ഏട്ടാ, അടുത്ത ആഴ്ചയല്ലേ ചെറിയമ്മായിയുടെ മോളുടെ കല്യാണം. എനിക്കൊരു സാരി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഉള്ളതെല്ലാം കുർത്തിയും അനാർക്കലിയൊക്കെ പോലത്തെ ഡ്രസ്സുകളാ. എല്ലാവരുടെ ഇത് കസിൻസ് എല്ലാവരും സാരി എടുക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സാരി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഒരു സാരി എടുക്കാൻ പോയല്ലോ. പൈസ ഉണ്ടോ? പൈസയൊക്കെ ഉണ്ട്. പക്ഷെ നീ ഒരു കാര്യം ചെയ്യ്, നീ അമ്മയോടും ചോദിക്കുക, എന്നിട്ട് നമുക്ക് വാങ്ങിക്കാൻ പോവാം കേട്ടോ. എന്തിനാ അമ്മയോട് ചോദിക്കണേ? അമ്മയുടെ കയ്യിലാണോ ചേട്ടൻ്റെ പൈസയൊക്കെ ഇരിക്കണേ? അല്ല, പൈസയൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, എൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അത് അമ്മയുടെ ഒരു അനുവാദം ചോദിക്കണ്ടേ? അനുവാദോ? അമ്മയുടെ അനുവാദമൊക്കെ എന്തിനാ? എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് എനിക്ക് മേടിച്ചു തരാൻ ഞാൻ ചേട്ടനടുത്താ പറഞ്ഞത്. ചേട്ടൻ്റെ ഭർത്താവാണ്. അപ്പം എനിക്ക് ചേട്ടനോട് മാത്രം പറഞ്ഞാൽ പോരെ? ചേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് മേടിച്ചു തരിക. അല്ലാത്ത പക്ഷം അമ്മയോട് അനുവാദം ചോദിച്ചിട്ടൊന്ന് മേടിക്കണം, അതൊക്കെ എന്തിനാ? അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരിക്കണേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് തീരുമാനം എടുത്താലും അത് അമ്മയോട് അനുവാദം ചോദിച്ചിട്ട് ചെയ്യാറുള്ളൂ. അമ്മ പറഞ്ഞിട്ട് ഞാൻ എന്ത് കാര്യം ചെയ്തിട്ടുള്ളൂ. ഇപ്പം എനിക്കിപ്പോൾ ഞാൻ ഒരു ടവല് മേടിച്ചു, അല്ലെങ്കിൽ ഒരു രൂപയുടെ മിഠായി മേടിക്കുകയാണെങ്കിൽ കൂടി അമ്മയുടെ സമ്മതം ഞാൻ ചോദിക്കും. അത് എൻ്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മള് എന്നെ കഷ്ടപ്പെട്ട് പെറ്റി വളർത്തിയതല്ലേ അമ്മ. അപ്പൊ അമ്മയുടെ അനുവാദം ചോദിച്ചിട്ട് ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അമ്മയുടെ അനുവാദം ചോദിച്ചിട്ട് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ വലുതായിട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അമ്മ സമ്മതിച്ച് ഞാൻ ചെയ്യും. ഇപ്പൊ നമ്മുടെ കല്യാണം പോലും അമ്മയുടെ സമ്മതം ഉണ്ടായിരുന്നോണ്ടാ, അല്ലെ എനിക്കിപ്പോ മാത്രം ഇഷ്ടപ്പെട്ടു വെച്ച കാര്യം നടക്കത്തില്ല. ചേട്ടാ, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? കല്യാണത്തിന് മുന്നേ ചേട്ടൻ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ കല്യാണ ശേഷം ചേട്ടൻ്റെ ഭാര്യയായി എൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നിറവേറ്റി തരേണ്ടത് ചേട്ടൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ ചെയ്തു തരേണ്ടത് പൈസ ഉണ്ടെങ്കിൽ കേട്ടോ, പൈസ ഉണ്ടെങ്കിൽ ചെയ്തു തരേണ്ടത് ചേട്ടൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിൽ ചേട്ടൻ്റെ അമ്മയുടെ കൂടെ അനുവാദം വേണം. അല്ലെങ്കിൽ പുള്ളിക്കാരി സമ്മതിച്ചാൽ മാത്രമേ ചെയ്തു തരുള്ളൂ എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം കേട്ടോ. എൻ്റെ രീതികൾ ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ നിൻ്റെ വീട്ടിൽ നീ പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കും കാര്യം നടക്കണം. പക്ഷെ ഇവിടുത്തെ രീതികൾ, ഈ വീട്ടിലെ രീതികൾ ഇങ്ങനെയാണ്. അപ്പം ഈ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ രീതികളൊക്കെ ആയിട്ട് ഒത്തുപോയേ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ എല്ലാത്തിനും എതിര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ മാറാൻ എന്തായാലും പോകുന്നില്ല. അമ്മയോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാറുള്ളത്. നിനക്കിപ്പോൾ ഡ്രസ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കും. അമ്മ സമ്മതിച്ച് നമുക്ക് പോയി ഡ്രസ്സ് എടുക്കാം. അമ്മ, ചേട്ടൻ പറയുവാണേ ഒരു തുണി വാങ്ങണേ പോലെ അമ്മയുടെ അനുവാദം വേണമെന്ന്, അമ്മ സമ്മതിച്ചാൽ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ എന്ന്. എന്ത് ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? തമാശ പറഞ്ഞായിരിക്കും അല്ലേ? അവൻ തമാശ പറഞ്ഞതല്ല, അത് ഇവിടുത്തെ രീതിയാണ്. അവൻ എന്നോട് ചോദിക്കാണ്ട് ഒരു കാര്യവും ചെയ്യത്തില്ല. എന്തിനാ അമ്മ അങ്ങനെയൊക്കെ? ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ, അതെങ്ങനെ ചെലവാക്കണം എന്നുള്ളത് ചേട്ടന്റെ ഒരു സ്വാതന്ത്ര്യമല്ലേ? കാര്യം അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയൊക്കെ ആയിരിക്കും. പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ അവന്റെ അമ്മയല്ലേ? അവന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ആരാ? അത് ഞാനാ. അപ്പൊ പിന്നെ അതൊക്കെ ഞാൻ എന്നോട് ചോദിച്ചിട്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു തെറ്റുമില്ല. അമ്മയാണെന്ന് വെച്ചിട്ട് സ്വന്തമായിട്ടൊരു 10 രൂപ ചെലവാക്കണേ പോലെ അമ്മയുടെ അനുവാദം വേണമെന്നൊക്കെ പറഞ്ഞാൽ അതിച്ചിരി മോശമല്ലേ അമ്മേ? മോശം, ഞാനങ്ങ് സഹിച്ചു. പിന്നെ അവൻ പണിയെടുത്തുണ്ടാക്കുന്ന പൈസ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് മേടിച്ചെടുക്കുന്നൊന്നുമില്ലല്ലോ. അത്രയും ദുഷ്ടത്തിയായ തള്ളയൊന്നുമല്ല ഞാൻ. പിന്നെ അവൻ എന്ത് ചെലവാക്കണോ അല്ലെങ്കിൽ എന്ത് മേടിക്കണം എന്നൊക്കെ അവൻ എന്നോട് അനുവാദം ചോദിച്ചിട്ട് ചെയ്തത് അത് അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞാൻ അവനെ അങ്ങനെയാണ് വളർത്തിയേക്കുന്നത്. അവനിപ്പോഴും എന്നോടൊരു സ്നേഹമുണ്ട്. ഞാൻ പറയുന്നതിനനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ് അവനിപ്പോൾ നല്ല മകനായിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്തായാലും വല്ല കൂട്ടുകെട്ടിലും പെട്ടി അവൻ്റെ പൈസ മൊത്തം ചെലവാക്കി വല്ല കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് അങ്ങ് ജീവിച്ചു പോയേനെ. ഇന്ന് ഞാൻ പറയുന്നതിനനുസരിച്ച് ജീവിച്ച, അല്ലെങ്കിൽ ഞാൻ അവൻ എന്ത് മേടിക്കണമെന്നോ അല്ലെങ്കിൽ എന്തും അവൻ എന്നോട് ചോദിക്കുന്നതുകൊണ്ട് അവൻ ഇപ്പോഴും നല്ലൊരു മകനായിട്ട് ഇരിക്കണേ. ഈ നാട്ടിലുണ്ട് ഇമാതിരി നല്ലൊരു ചെറുക്കൻ. അത് എൻ്റെ മോനായതുകൊണ്ട് ഞാൻ വളർത്തുന്നതുകൊണ്ട് അത് അങ്ങനെ ആയത്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ രീതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആയിട്ട് ഒത്തുപോകാൻ പറ്റുന്നവരിവിടെ നിന്നാൽ മതി. അല്ലാത്തവർക്ക് ഇങ്ങനത്തെ 100 അഭിപ്രായം പറഞ്ഞത് സ്വന്തം വീട്ടിൽ പോയിരിക്കാം കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത സാധനം എന്തിനാ ക്യാൻസൽ ചെയ്യാൻ പോയത്? അത് പിന്നെ ഞാൻ അത്രയും ആഗ്രഹിച്ചൊരു സാധനം ഓർഡർ ചെയ്തതാ. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കാന്നുള്ളൊരു മര്യാദയില്ലേ? അത് പിന്നെ നിന്നോട് ആരാ ഓർഡർ ചെയ്യാൻ പറഞ്ഞേ? ഓർഡർ ചെയ്യുന്നതിനുമ്പോ അമ്മയോട് ചോദിക്കണ്ടല്ലായിരുന്നോ? അമ്മ അറിഞ്ഞായിരുന്നു നീ എന്തോ സാധനം ഓർഡർ ചെയ്ത കാര്യം. അപ്പൊ അമ്മയെ പറഞ്ഞ ക്യാൻസൽ ചെയ്തേക്ക്, അമ്മയോട് ചോദിച്ചില്ലല്ലോ എന്ന്. എന്റെ ചേട്ടൻ എന്താ ഇങ്ങനെ? എനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നിയൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് വാങ്ങിക്കാനുള്ള അധികാരം പോലും എനിക്ക് ഇവിടെ ഇല്ലേ? ഞാനിപ്പോ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് മേടിച്ചേണ്ട ഉത്തരവാദിത്വം ചേട്ടനില്ലേ? അതിനിപ്പോ അമ്മയുടെ സമ്മതം വേണം, അല്ലെങ്കിൽ അമ്മയുടെ അധികാരം അനുവാദം കിട്ടിയാൽ മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. അമ്മ അറിഞ്ഞില്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത്. ഇതൊക്കെ ഇവിടുത്തെ ഒരു രീതി. ഇതെന്ത് പട്ടാള ഭരണമോ?
എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് വീട് തന്നെയല്ലേ, എന്ത് കഷ്ടമായത്. നമ്മുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് അമ്മ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. നമ്മുടെ ഭാവി നല്ല സുരക്ഷിതമായിരിക്കാനും നമുക്ക് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയാണ് അമ്മ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഈ അമ്മേനെ വെറുതെ റോങ് ആയിട്ട് ചിന്തിക്കുകയാണ്. അമ്മ ഇത്രയൊന്നും ഇല്ലെങ്കിൽ ജീവിച്ച് പരിചയമുള്ളതല്ലേ, അനുഭവ സമ്പത്തുണ്ടല്ലോ. അപ്പം അതിൻ്റെ പുറത്തിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വിജയമാകത്തേ ഉള്ളൂ. നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് അമ്മയൊക്കെ പറഞ്ഞു തരുന്നത്. നിനക്കിതൊന്നും ആരും പറഞ്ഞു തരാത്തതുകൊണ്ടും നിന്റെ ജീവിതത്തിൽ നിന്റെ വീട്ടുകാർ നിനക്കിതൊന്നും പറഞ്ഞു തരാത്തതുകൊണ്ടും നിനക്കൊന്നും മനസ്സിലാകത്ത്. കഷ്ണം തന്നെ. എൻ്റെ ചേട്ടാ, എനിക്ക് തോന്നണില്ല ഇതൊന്നും നമ്മുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാന്ന്. നമ്മുടെ ജീവിതം നല്ലതാവാൻ വേണ്ടി ഒരിക്കലും അമ്മമാരിങ്ങനെ ചെയ്യത്തില്ല. ഞാനിത് നമ്മൾ മാത്രമല്ല ലോകത്തിൽ ആദ്യമായിട്ട് കുടുംബം തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു സൂക്കേടാണല്ലോ ഇത്. ഇതൊരു കഷ്ടമാണ്. നല്ല ജീവിതത്തിന് വേണ്ടിയാന്ന്. നമ്മുടെ ജീവിതം ഇത് ഇല്ലാണ്ടാക്കുകയോ ചെയ്യുള്ളൂ. ചേട്ടൻ്റെ ഈ ആവശ്യമില്ലാത്ത അമ്മയോടുള്ള ഈ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, അമ്മയുടെ അറ്റാച്ച്മെന്റ് ഒക്കെ വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തിനേതിനും അമ്മയോട് ചോദിച്ച് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് ഇത് വൃത്തിയായിട്ടൊരു സാധനമാണ്. എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നോക്കൂ, ഇതിന്റെ ദോഷം ഇന്നല്ലെങ്കിൽ നാളെ ചേട്ടൻ മനസ്സിലാവും. അന്നേട്ടാ, ഇതാ ഞാൻ ഉണ്ടാക്കിയതാ. നീ ഉണ്ടാക്കിയാണോ? കൊള്ളാലോ, നല്ലല്ലോ. എൻ്റെ പുതിയ പരീക്ഷണം ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാ. എനിക്കും കഴിച്ചപ്പോൾ ടേസ്റ്റാണ് തോന്നിയത്. അമ്മ ഇത് കഴിച്ചു നോക്കമ്മേ. ഓ, എനിക്ക് വേണ്ട. അമ്മ വെറുതെ പറയുന്നതല്ല, അമ്മ ഇതൊരെണ്ണം കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. എടാ മോനെ, നിന്റെ ഭാര്യ എന്തായാലും ഞാൻ വിചാരിച്ച കൂട്ടൊരാളല്ല. ഞാൻ വിചാരിച്ചൊരു പാവം കൊച്ചാ, നമ്മോടെല്ലാം കാര്യങ്ങളും അറിഞ്ഞും കണ്ടും ഒക്കെ നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ലടാ. എടാ, എന്നോട് അനുവാദം ചോദിക്കാണ്ട് അടുക്കളയിൽ കയറി ഇവിടെ ഈ സാധനം ഉണ്ടാക്കിയത്. എന്നോടൊരു വാക്ക് ചോദിക്കാൻ മേലായിരുന്നു നമുക്ക്. ഞാനത് ഉണ്ടാക്കിക്കോട്ടെ അമ്മേ, അതൊന്നും വാക്ക് ചോദിച്ചിട്ടല്ല. നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ അതങ്ങനെയല്ലേ ചെയ്യണ്ടേ? നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ ചെയ്യുക? അവള് സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്നും ഉണ്ടാക്കി വെച്ചേക്കുന്നു. നീ എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ല എന്ത് ചെയ്യുകയാണെങ്കിൽ അമ്മയുടെ അനുവാദം ചോദിക്കണമെന്ന്. നീ എന്തിനാ എന്റെ തനിഷ്ഠ ചെയ്യാൻ പോയത്? നീ എന്തിനാ അമ്മയോട് ചോദിക്കേണ്ടത് ഉണ്ടാക്കാൻ പോയത്? അമ്മ, ഞാനങ്ങനെ ധിക്കാരം കാണിച്ചൊന്നുമല്ല. നമ്മളെല്ലാം ഒരു വീട്ടിലുള്ളതല്ലേ. അപ്പൊ എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നി എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരുടെയും സമ്മതമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ വലിയ കഷ്ടമാണ്. നീ തെറ്റ് ചെയ്തിട്ട് നീ ഇമ്മാതിരി വർത്താനം പറയരുത് കേട്ടോ. എടി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ, എന്താണെങ്കിലും അമ്മയോട് ഒരു കാര്യം ചോദിച്ചാണ്, ഒരു അഭിപ്രായം ചോദിച്ചു. നിനക്കിപ്പോ എന്താ പ്രശ്നം? നീ എന്തിത്ര അഹങ്കാരം കാണിക്കണത്? അടുക്കളയിൽ കയറി അമ്മ പെരുമാറിക്കൊണ്ടിരിക്കുന്ന അടുക്കളയാണ്. അമ്മയ്ക്കാണ് പല കാര്യങ്ങളും അറിയുള്ളൂ. അത് നീ കയറി ആവശ്യമില്ലാണ്ട് ഇടപെട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ വെച്ചുണ്ടാക്കുന്ന നിനക്ക് എങ്ങനെ മനസ്സ് വന്നിട്ട് നിനക്ക്? കഷ്ടപ്പെട്ട് നീ എന്നെ കൂടെ തീറ്റിക്കുകയും ചെയ്തു. ഒരു വാക്ക് നീ പറഞ്ഞില്ലല്ലോ അമ്മയോട് ചോദിക്കാണ്ട് നീ ഉണ്ടാക്കിയെന്ന്. ഇതൊക്കെയാണ് നിന്റെ വീട്ടിൽ നിന്നെ പഠിപ്പിച്ചു വിട്ടേക്കണത്. ഇങ്ങനെയാണോ നീ മറ്റുള്ളവരെ ബഹുമാനിക്കണത്? നിന്റെ പെരുമാറ്റ രീതി ഇതൊക്കെ നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചു വിട്ടേക്കണത് ഇങ്ങനെയാണോ? കഷ്ടം തന്നെ. ഇത്രയും മോശം കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടുകാർ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇതൊക്കെ എവിടുത്തെ രീതിയാണെന്ന് എനിക്കും അറിയില്ല. ഏത് കാലത്താണോ ഇവരൊക്കെ ജീവിക്കണത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്വന്തമായിട്ട് ഒരാൾക്ക് അധികാരവും അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. അവർക്കെന്ത് തിന്ന് കുടിക്കണം അല്ലെങ്കിൽ അവർക്കെന്ത് ധരിക്കണം എന്നൊക്കെയുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. അത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവരുടെ ആജ്ഞാപനം അനുസരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ അവർ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനത്തെ വൃത്തിയായിട്ട കാര്യങ്ങളൊന്നും എന്തായാലും എൻ്റെ വീട്ടുകാർ പറഞ്ഞു തന്നിട്ടില്ല. കേട്ടോടാ നിന്റെ ഭാര്യ പറഞ്ഞത്. അപ്പൊ ഇവള് പറഞ്ഞു വന്നെന്നാ ഞാൻ നിന്നെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങളാന്ന്. എനിക്ക് തന്നെ കേൾക്കണടാ. നിന്റെ ഭാര്യയുടെ വായിന്ന് തന്നെ എനിക്ക് കേൾക്കണം. ഞാൻ എൻ്റെ മോന്റെ ജീവിതത്തിന് നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്ക് തന്നെ കേൾക്കണം. സമാധാനമായല്ലോ. കുടുംബത്തിലെ സമാധാനം കളഞ്ഞപ്പോ നിനക്ക് സന്തോഷമായി കാണും അല്ലേ? നിനക്ക് സന്തോഷമാണ്. നീ ഉള്ളിൽ ചിരിക്കുകയായിരിക്കും. ഞാൻ കാര്യം പറഞ്ഞത് ഇപ്പൊ തന്നെ നീ എടുത്ത് പള്ളേ കളഞ്ഞേക്കണം. ഈ സാധനം വീട്ടിൽ കണ്ടേക്കരുത്. ഇനി മേലാൽ ഇത് ആവർത്തിക്കുകയും ചെയ്യരുത്. എന്തുണ്ടാക്കുകയാണെന്ന് നീ അമ്മയോട് ചോദിച്ചിട്ടുണ്ടാക്കിയാൽ മതി. അല്ലാണ്ട് നിന്റെ സ്വന്തം പരീക്ഷണം ഒരു സാധനം കൂടെ ഉണ്ടാക്കി വെക്കരുത്. മേലാൽ ഇനി എന്നെ കൊണ്ട് തീറ്റിക്കാനും കൊണ്ട് വന്നാണ്ടല്ലോ. ഒന്നോടെ പറഞ്ഞേക്കാം, ഇപ്പൊ തന്നെ നീ എടുത്ത് കളഞ്ഞേക്കണം. ഈ വീട്ടിൽ ഈ സാധനം കണ്ടേക്കരുത്. കഷ്ടാണ് ഇത്. ചേട്ടാ, എനിക്കൊന്ന് വീട്ടിൽ പോകണം. എൻ്റെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല. ഞാൻ 2 ദിവസം അവിടെ നിന്നിട്ട് വരാം. ഇന്നും നാളെയും പോകാൻ നിൽക്കണ്ട, തിങ്കളാഴ്ച ആവട്ടെ. ഇന്നിപ്പോൾ വെള്ളിയല്ലേ ആയുള്ളൂ. 2 ദിവസം കൂടെ ഉണ്ടല്ലോ, അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇതൊരു കാര്യം ചെയ്യ്, നീ അമ്മയോട് ചോദിച്ചേക്കട്ടാ. അപ്പം അമ്മ പറയും എന്ന് പോകണമെന്ന്. അമ്മയോട് ഞാൻ എന്തിനാ അനുവാദം ചോദിക്കുന്നത്? എൻ്റെ വീട്ടിൽ പോകുന്നതിന് ചേട്ടൻ്റെ അമ്മയുടെ അനുവാദം എനിക്ക് എന്തിനാ? ഞാൻ ചേട്ടനോട് പറഞ്ഞാൽ പോരെ?
എടി ഞാനല്ലല്ലോ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അമ്മയല്ലേ. അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എല്ലാം. ഈ വീട്ടിലെ ചെലവും കാര്യങ്ങളും എല്ലാം നോക്കി നടക്കുന്നതൊക്കെ അമ്മയാണ്. അപ്പൊ അമ്മയാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ നീ അമ്മയോട് ചോദിക്കേ, അമ്മ എന്നാ പോകേണ്ട കാര്യമൊക്കെ പറയും. പിന്നെ എന്നാ നീ തിരിച്ചു വരേണ്ടതും അമ്മ പറയും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് വരണം കേട്ടോ. ഇനി അത് മാത്രമല്ല, ഇനി എങ്ങാനും അമ്മ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. നീ എന്തായാലും അമ്മയോട് സംസാരിക്കേ. ഓ എനിക്ക് മടുത്തു. നിങ്ങളൊന്നും വല്ല പൊട്ടനാണോ അതോ വല്ല റോബോട്ടാണോ? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കറിയാം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിനകത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് ഭ്രാന്താണോ? എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കുവാ നിങ്ങൾക്ക്. എനിക്ക് മടുത്ത് ദിവസം മടുത്ത് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്തുവാ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലേ? സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ഇത് നമ്മുടെ ജീവിതമാണ്. എന്തിനാണ് ഒരു മൂന്നാമതൊരാളുടെ ഒരു അഭിപ്രായം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തിനനുസരിച്ച് എന്തിനാ ജീവിക്കുന്നത്? എന്തിന്റെ ആവശ്യം ഇരിക്കുന്നത്? എനിക്ക് എവിടെയെങ്കിലും പോകണി കഴിഞ്ഞാൽ ചേട്ടനോട് ചോദിച്ചാൽ പോലെ. ചേട്ടൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കി എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഞാൻ എന്തിനാ നിങ്ങളുടെ അമ്മയുടെ അനുവാദം കേൾക്കുന്നേ? ഒരു സാധനം മേടിക്കാൻ പറ്റില്ല, ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിനും അമ്മയുടെ അനുവാദം വേണം. എനിക്ക് ഭ്രാന്ത് വരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ എന്ന് നിങ്ങൾക്ക് കഴിവുണ്ടോ അന്ന് എന്നെ വന്ന് വിളിക്കും. ഇനി ഇതുമായി നിങ്ങൾക്ക് ആ കഴിവില്ലെങ്കിൽ എന്നെ വിട്ടേരെ, നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത് മുന്നോട്ട് പോയാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളുടെ അമ്മയുടെ അനുസരിച്ച് ഉള്ളെന്നൊരു പാവമല്ല ഞാൻ, അത് ആദ്യം മനസ്സിലാക്കുക. എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾ എന്താ അങ്ങോട്ട് ജീവിക്കുക, അല്ലെങ്കിൽ എന്നെ വിട്ടേരെ. ഞാൻ ഇപ്പൊ തന്നെ എൻ്റെ വീട്ടിൽ പോകും. മൊത്തത്തത്